नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में ज्ञान रंजन के बारे में पढ़ा और उसकी एक प्रमुख रचना है पिता। पिता के बारे में कहे तो बेटे उसके लिए वॉश बेसिन और स्नान करने के लिए शावर भी लगाया था, लेकिन पिता को वॉश बेसिन में मुंह और हाथ धोते नहीं देखा। पिता बाहर बगीचे में एक नल है, वहाँ से कुल्ला दांदुन करते थे और दादाबाई ने अपनी पहली वेतन से बाथरूम में या गुसलखाने में एक खूबसूरत शावर लगवाया था, लेकिन पिता धोती को लंगोट की तरह बांधकर बाहर स्नान करते रहे। बाल्टी से पानी डालते देखते आ रहे हैं और यहाँ पिता की ओर से लगाए शावर उपयोग नहीं किया था, इसलिए दादाबाई बहुत निराश हो गया है। इसी प्रकार मार्केट से लाए महंगे चीज़, यहाँ महंगे फल और मार्केट से लाए हुए बिस्किट आदि पिता कुछ भी नहीं लेते थे। यहाँ बिस्किट फल आदि खाते तो उसका बेस्वाद प्रकट करते थे। हमेशा वे दाल रोटी खाकर संतुष्ट रहते हैं। कीमती धोती भी वह पहनता नहीं। आम के पेड़ से आम गिरने की आवाज़ सुनते समय वे रात में आम को बटोरने के लिए जाएंगे और नहीं मिला तो उसके बारे में सोचकर रात में उसके बारे में सोचेंगे। അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ തന്നിഷ്ടം പോലെ ജീവിക്കുന്നു, എന്നാൽ ആർക്കും ഒരു ഭാരമാവാതെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളതിൽ പറഞ്ഞു അകത്ത് പോയി കിടന്നുറങ്ങുന്ന പരിപാടി ഇല്ല. ഇവിടെ പറയുന്നുണ്ട് വഹ് ദീവാർ സേ സട്കർ കുച്ച് സോച്ചനെ ലഗാ, ഉസ്കെ ബാദ് പിതാ फाटक खोलकर कुत्तों को भगाते रहे। वह जो पहनते हैं वह असुंदर प्रतीत करता है। कुर्ते की जेब डेटी हो जाएंगे और सदरी के बटन ऊपर नीचे लगा, उसी प्रकार सभा सोसाइटी में वे चले जाएंगे। ये सब देखते समय घर में सब लोगों को बुरा लगता है. അപ്പോൾ അച്ഛൻ അങ്ങനെയാണ്, അതായത് അച്ഛൻ ഡ്രസ്സ് ധരിക്കുന്നത് തയ്പ്പിച്ചാണ് ധരിക്കുന്നത്. പക്ഷേ അതിലെന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടാവുമെന്നെങ്കിൽ പോക്കറ്റ് ചെരിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ബട്ടൺ താഴെയും മുകളിൽ കയറിയിട്ടായിരിക്കും, അതായത് ആ ഒരു ഓർഡറിലായിരിക്കില്ല. ആ വേഷവും ധരിച്ച് അച്ഛൻ മീറ്റിങ്ങുകളിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാനായിട്ട് അച്ഛൻ പോകുന്നത് കാണുമ്പോൾ വീട്ടിലുള്ളവർക്കെല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. നെക്സ്റ്റ് നമ്മൾ लोगों के बोलने पर
पिता कह देते हैं, आप लोग जाइए ना भाई, कॉफ़ी हाउस में बैठिए, झूठी वैनिटी के लिए बेरा की टिप दीजिए, रहमान के यहाँ ₹1.5 वाला बाल कटाइए, मुझे क्यों घसीटते हैं. അപ്പോൾ ലോകംക്ക് बोलने पर, അതായത് വീട്ടിലുള്ള മറ്റാളുകൾ പറയുന്ന സമയത്ത് പിതാ കഹദേത്തെ, അച്ഛൻ പറയുന്നൊരു കാര്യമാണ്. ആപ് ലോഗ് ജായിയെ എന്ന ബായി, നിങ്ങളെല്ലാവരും പോകുന്നില്ലേ, കോഫി ഹൗസ്മേ ബൈഠിയേ, കോഫി ഹൗസിൽ പോയിരിക്കുന്നില്ലേ, ജൂട്ടി വാനിറ്റി കേലിയെ, വാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് പൊങ്ങച്ചം, ജൂട്ടി വാനിറ്റി കേലിയെ ബേറാക്കോ ടിപ്പ് തീച്ചിയെ. അപ്പോൾ കോഫി ഹൗസിൽ പോയിരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അവിടെ പൊങ്ങച്ചം കാണിക്കാനായിട്ട് ബേറർക്ക് അല്ലെങ്കിൽ വെയിറ്റർക്ക് നമ്മൾ ടിപ്പ് കൊടുക്കുന്നില്ലേ. റഹ്മാൻ കെ യഹാ ₹1.5 വാല ബാൽ കട്ടായിയേ, ഡേറ്റ് തന്നെ 1.5, റഹ്മാൻ്റെ അവിടെ പോയിട്ട് ₹1 മുടി വെട്ടുന്നില്ലേ. മുജേ ക്യോം ഗസീട്ട് ഹെ, എന്നെ എന്തിനാണ് അതിലേക്കെല്ലാം വലിച്ചിഴയ്ക്കുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്ന കാര്യം, നിങ്ങൾ പോയിരുന്ന് കഴിച്ചോ, കുഴപ്പമില്ല, എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, പൊങ്ങച്ചം കാണിച്ചോ, എന്താ വേണമെങ്കിൽ ചെയ്തോ, നിങ്ങൾ എന്തിനാണ് എന്നെ അതിലേക്കൊക്കെ വലിച്ചിഴയ്ക്കുന്നത്. लोगों का बोलना चुटकी भर में दरा रख जाता है. അപ്പോൾ ആളുകളുടെ ആ സംസാരം ചുട്കി ബർമ, നിമിഷ നേരത്തിനുള്ളിൽ ദരാ രഖ് ജാത്ത ഹെ, വളരെ കോസ്റ്റ്ലി ആയിട്ട് മാറാണ്. पिता वैसे ही चुप रहते हैं, लेकिन जब रात बहस में उन्हें खींचा जाता है तो काफ़ी करारी और हिंसात्मक बात कह जाते हैं. പിതാ വയസ്സേ തോ ചുപ് രഹത്തെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അച്ഛൻ അവിടെ മിണ്ടാതിരിക്കുന്ന കുറച്ച് സമയമുണ്ട്. ലേക്കിൻ ജബ് ബാത്ത് ബഹസ് മേ ഉനെ ഖീഞ്ചാ ജാത്താ ഹെ, അതായത് ബഹസ് എന്ന് പറഞ്ഞാൽ തർക്കം. അപ്പോൾ ഏതെങ്കിലും തർക്കങ്ങൾ അല്ലെങ്കിൽ വാദത്തിലേക്കൊക്കെ അച്ഛനെയും വലിച്ചെഴുക്കിയവർ, ഇങ്ങനെ ഖീഞ്ചാ ജാത്താ ഹെ. തോ കാഫി കരാരി എന്ന് പറഞ്ഞാൽ വളരെ തീക്ഷ്ണമായിട്ട്, और हिंसात्मक बात कह जाते हैं, വളരെ ഹിംസാത്മകമായിട്ടുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുക ആ സമയത്ത്. ഉൾട്ടേ ഉനെ ഘേർനെ വാലെ ഹം ഭായി ബഹൻ അപരാധി ബൻ ജാത്ത ഹെ. അപ്പോൾ ആ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നേരെ ഓപ്പോസിറ്റായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുക. ഉനെ ഘേർനെ വാലെ, അപ്പോൾ അച്ഛൻ്റെ ചുറ്റും ഇരിക്കുന്ന ഹം ഭായി ബഹൻ, ഞങ്ങൾ സഹോദരന്മാരും സഹോദരിമാരും അപരാധി ബൻ ജാത്തെ ഹെ, കുറ്റക്കാരായിട്ട് മാറും. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് കാര്യം നടക്കുക. അച്ഛൻ ആദ്യമൊന്നും മിണ്ടില്ല, അങ്ങനെ ഇരുന്ന് തർക്കങ്ങൾ വാദങ്ങളൊക്കെ അവിടെ നടക്കുന്നു, അങ്ങനെ അത് വലിയ വലിയ കാര്യങ്ങളിലേക്ക് അത് വഴിവെക്കുന്നു. അവസാനം അച്ഛൻ്റെ ചുറ്റും കൂടിയിരുന്ന ഞങ്ങളെല്ലാവരും അപരാധികളായിട്ട് മാറുന്നു, കുറ്റക്കാരായിട്ട് മാറുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കമരെ സെ പഹലെ ഏക് ഭായി ഖിസ്കേഗ, ഫിർ ദൂസര, ഫിർ ബഹൻ और फिर तीसरा, चुपचाप सब खींचे ഹാരെ കിസക്തേ രഹേങ്കെ. ഇപ്പോൾ ഇങ്ങനെ തർക്കം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരുന്നവരെല്ലാവരും കുറ്റക്കാരായിട്ട് മാറുന്നു, അച്ഛൻ മാത്രം നല്ല കുട്ടിയായിട്ട് മാറുന്നു. അങ്ങനെ റൂമിൽ നിന്ന് ആദ്യം ഒരു സഹോദരൻ മാറിപ്പോകുന്നു, ഗിസ്കേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെന്നി മാറുക അല്ലെങ്കിൽ അവിടെ നിന്ന് വഴുതി പോവുക. ഫിർ ദൂസര, അടുത്ത ആളും ഉള്ളിലേക്ക് പോകുന്നു, റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഫിർ ബഹൻ ഓർ തീസര, പിന്നെ സഹോദരി പോകുന്നു, പിന്നെ മൂന്നാമത്തെ സഹോദരൻ. അപ്പോൾ ഓരോരുത്തരും ഇതിങ്ങനെ അവർ കുറ്റക്കാരായി മാറുന്ന ഈ ഘട്ടത്തിൽ അവർ ഓരോരുത്തരും മെല്ലെ ഉള്ളിലേക്ക് വലിയാണ്. ചുപ് ചാപ് സബ് ഖീച്ചേ ഹാരെ ഖിസക്തെ രഹെങ്കെ. ഇവരെല്ലാവരും ഒന്നും മിണ്ടാതെ സബ് ഖീച്ച് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട്, എല്ലാവർക്കും ദേഷ്യമുണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ട് ഹാരെ, എല്ലാവരും തോട്ട് തൊപ്പിയിട്ടതുപോലെ കിസക്തെ രഹെങ്കെ, ഉള്ളിലേക്ക് വലിയ. അപ്പം അച്ഛൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും പെട്ടെന്ന് അങ്ങനെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉള്ളിൽ ദേഷ്യമുണ്ട്, അവർ പറയുന്നതൊന്നും അച്ഛൻ കേൾക്കൊന്നുമില്ല, അങ്ങനെ പരാജയപ്പെട്ട് എല്ലാവരും അവിടെ നിന്ന് വഴിമാറിപ്പോവാണ്. അന്തർ ഫിർ മാം ജായേഗി ഓർ പിതാ, അത് കഴിഞ്ഞാൽ അമ്മയും അകത്തേക്ക് പോകും. അന്തർ ഫിർ മാം ജായേഗി, അമ്മ പോകും. പിതാ, ഇനി അച്ഛൻ എങ്ങനെയായിരിക്കുന്നത്? വിജയ് പിതാ കമരെ മേ ഗീത് പഠനെ ലഗെങ്കെ യാ ജോല ലേക്കർ ബാസാർ സൗദ ലേനെ ചലെ ജായെങ്കെ. സൗദ ലേന എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുക. ജോല ലേക്കർ, ജോല എന്ന് പറഞ്ഞാൽ സഞ്ചി.
അപ്പോൾ അവസാനം അമ്മയും അകത്തേക്ക് പോവും. അമ്മ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛനവിടെ വിജയിച്ചതുപോലെ കമരമ്മ ഗീത് പഠനയിലേക്കെങ്കിൽ റൂമിലിരുന്ന് പാട്ട് പാടാൻ തുടങ്ങും, മൂളിപ്പാട്ട് പാടിക്കൊണ്ട്. ഞാൻ ജോലാലേക്കർ അതല്ലെങ്കിൽ എന്ത് ചെയ്യും, സഞ്ചിയും എടുത്തിട്ട് മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് അച്ഛൻ പോകുന്ന പറയുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങും ചർച്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവിടെ തർക്കങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മിണ്ടാതെ ഓരോരുത്തരും, ഈ മക്കളെല്ലാവരും പെട്ടെന്ന് തന്നെ ഓരോരുത്തരായിട്ട് അകത്തേക്ക് പോകുന്നു. ലാസ്റ്റ് അമ്മയും പോകുന്നു. അവസാനം അച്ഛനൊന്നെങ്കിൽ പാട്ടും പാടി അവിടെ ഇരിക്കുക, അതല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് സഞ്ചരിച്ചിട്ട് പോകുന്ന പറയുന്നത്. ഹോത്ത ഹമേശ യഹി ഹേ, ഇത് തന്നെയാണ് എല്ലായ്പ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹമേശ യഹി ഹോത്ത ഹേ, എല്ലായ്പ്പോഴും ഇത് തന്നെയാണ് നടക്കുന്നത്. സബ് മൻമേ തൈ കർത്തേ ഹേ ആകെ സേ പിതാ കോ നഹീ ഘേരേംഗെ. അപ്പോൾ സബ് ലോഗ് ഏ ഭായി ബഹൻ എല്ലാവരും മൻമേ നിശ്ചയ കർത്തേ ഹേ, അവർ മനസ്സിൽ തീരുമാനിക്കുകയാണ്. എന്താണ്? ആകെ സേ പിതാ കോ നഹീ ഘേരേംഗെ, ഇനി മുതൽ ആകെ സേ ഇനി മുതൽ പിതാ കോ നഹീ ഘേരേംഗെ, അച്ഛൻ്റെ ചുറ്റും ഇനി ഇതുപോലെ കൂടില്ല എന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. लेकिन थोड़ा समय गुजरने के बाद फिर लोगों का मन पिता के लिए उमड़ने लगता है. അപ്പോൾ അവർ തീരുമാനിക്കുന്നുണ്ട് പിതാക്കെ സാത്ത് നഹി ഘേരേങ്കെ, അച്ഛൻ്റെ കൂടെ ഇനി ചുറ്റും ഇരുന്ന് വർത്താനം പറഞ്ഞ് വാദിക്കില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ലേക്കിൻ കുച്ച് സമയക്കെ ബാദ്, കുറച്ച് സമയത്തിന് ശേഷം, കുച്ച് സമയ ഗുസർനക്കെ ബാദ്, കുറച്ച് സമയം കഴിഞ്ഞു പോയതിന് ശേഷം ലോകം കമ്മൻ, ഈ മക്കളുടെ മനസ്സ്, ഈ ആളുകളുടെ മനസ്സ് പിതാക്കേലി ഉമടനെ ലഗ്താ ഹേ, അച്ഛന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ചുറ്റും കൂട്ടം കൂടാനായിട്ട് അവരുടെ മനസ്സിന് ആഗ്രഹം ഉണ്ടാവുകയാണ്. ഉമ്മണ്ടെന്ന കൂട്ടം കൂടുക അല്ലെങ്കിൽ ഒരുമിച്ച് ഇരിക്കാനായിട്ടുള്ള ആഗ്രഹം. लोग मौका ढूंढने लगते हैं पिता को किसी प्रकार अपने साथ की सुविधाओं में थोड़ा बहुत शामिल कर सके. करके सब लोग, വീട്ടിലെ എല്ലാ ആളുകളും മൗക്ക ഡൂണ്ടിനെ ലഗ്തേ ഹി, മൗക്ക എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി, അവസരം, ഡൂണ്ടെന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ അച്ഛനെ എങ്ങനെയെങ്കിലും ഈ സൗകര്യങ്ങളിലേക്ക് എത്തിക്കണം, ഏത് വിധത്തിലായാലും വേണ്ടില്ല, അതിനുള്ള അവസരങ്ങൾ അവരെ ഡൂണ്ടിനെ ലഗ്തേ ഹി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പിതാക്കോ കിസി പ്രകാർ അപ്പനെ സാത്ത് കി സുവിധാവോമേ, അച്ഛനെ എങ്ങനെയെങ്കിലും അവരുടെ കൂടെയുള്ള അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളിലും, സുവിധാവുമേ സൗകര്യങ്ങളിലെ തോടാ ബഹുത്ത് ഷാമിൽ കർസക്കെ, എങ്ങനെയെങ്കിലും കുറച്ച് നേരമെങ്കിലും അല്ലെങ്കിൽ കുറച്ച് സമയത്തെങ്കിലും ഷാമിൽ കർസക്കെ, അതിലേക്ക് പങ്കെടുപ്പിക്കാനായിട്ട് സാധിച്ചാലോ എന്നുള്ള ഒരാഗ്രഹം അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അച്ഛനെ എല്ലാ സൗകര്യങ്ങളിലേക്കും അവർ ജീവിക്കുന്ന രീതിയിലേക്ക് അച്ഛനെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പിതാക്കോ കിസി പ്രകാർ അപ്പനെ സാത്ത് കി സുവിധാവുമേ ബഹുത്ത് തോടാ ബഹുത്ത് ഷാമിൽ കർ സക്കെ, എങ്ങനെയെങ്കിലും അതിൽ ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലേ ഉണ്ട്. പർ ഐസ നഹി ഹോ പാത്ത, പക്ഷെ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കാറില്ല, നടക്കാറില്ല എന്നാണ്. ഐസ നഹി ഹോ സക്ത, അതൊരിക്കലും സാധിക്കാറില്ല. വ സോച്നെ ലഗാ ഭൂखे के सामने खाते समय होने वाली व्यथा सरी की सी स्थिति में हम रहा करते हैं. അപ്പോൾ ഒരു സോച്ചനെ ലഗ, അപ്പോൾ അത് അവർ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. എന്താണ്? ഭൂക്കെ സാമനെ, അതായത് വിശപ്പിൻ്റെ മുന്നിൽ, ഖാത്തെ സമയം ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വ്യഥാസരിക്ക്, വ്യഥാസരിക്കുന്ന ദുഃഖസമാനമായിട്ട്, ദുഃഖസമാൻ, വ്യഥാസരിക്ക് സി സ്ഥിതിമേ ഹം രഹാ കർത്തേ ഹേ. അപ്പോൾ വിശന്നിരിക്കുന്നതിൻ്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കഴിക്കുന്ന സമയത്ത് ദുഃഖത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. യദ്യപി അപ്പന ഖാന ഹം കബി സ്ഥഗിത് നഹി കർത്തേ फिर पिता की असंतृप्ति के कारण व्याकुल और अधीर हो तो है ही. അസംതൃപ്തി എന്ന് പറഞ്ഞാൽ വിയോജിപ്പ്, സ്ഥഗിത് എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത് യദ്യപി എന്നിരുന്നാലും, അപ്പനെ ഖാന അവരവരുടെ ഭക്ഷണം,
हम कभी स्थगित नहीं करते. ഭക്ഷണം കഴിക്കുന്നതിനെ അവർ നിർത്തലൊന്നുമില്ല. അച്ഛൻ്റെ കൂടെ തന്നെ എന്ത് വിയോജിപ്പുണ്ടെങ്കിലും അതിൽ നിന്ന് മാറാറില്ല എന്ന് പറയുന്നത്. ഹം കബി സ്ഥഗിത് നഹീം കർത്തെ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും അതിൽ നിന്ന് ആരും മാറി നിൽക്കാറില്ല. ഫിർ ബി പിതാക്കി അസംതൃപ്തിക്ക് കാരൻ. എങ്കിൽ കൂടി അച്ഛൻ്റെ ആ വിയോജിപ്പ് കാരണം, അച്ഛൻ വില കൂടിയ സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. കേവലം റൊട്ടിയും പരിപ്പും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വിയോജിപ്പ് കാരണം വ്യാകുലോർ അദീർഹേ, അവരെല്ലാവരും വളരെയധികം ദുഃഖവും അവർക്ക് അതുപോലെ തന്നെ നിരാശ അവരുടെ ഉള്ളിലേ ഉണ്ടെന്ന് പറയുന്നത്. അച്ഛൻ എല്ലാ കാര്യങ്ങളിലും വിയോജിപ്പാണ് അവിടെ കാണിക്കുന്നത്, എന്നാൽ ഒന്നിനും തടസ്സം നിൽക്കുന്നില്ല. പിതാ അത്ഭുതർ വിചിത്രഹേ. ഇനി അച്ഛൻ എന്ന് പറയുന്നത് വളരെ അത്ഭുതം തോന്നുന്നൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വളരെ വിചിത്രമായിട്ടുള്ളൊരു സ്വഭാവമാണ് അച്ഛൻ്റെ. സോച്ച്തേ ഹുയേ ഉട. അപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കണം. അച്ഛൻ്റെ സ്വഭാവം വളരെ വിചിത്രമാണ്, കാണുന്നവർക്ക് വളരെയധികം അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ് അച്ഛൻ്റെ. കമരെ മേ ഘൂംനെ യാ സിഗരറ്റ് പീ സക്നെ കി സുവിധ नहीं थी अन्यथा वह वैसा ही करता. ഇപ്പോൾ ഈ മോനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മോൻ ആദ്യം പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു വൈകിട്ട് വരുന്നു, അങ്ങനെ ലൈറ്റിട്ട് എവിടെയാണ് കിടക്കുക എന്നൊക്കെ അന്വേഷിച്ച് മിണ്ടാതെ പോയി കിടക്കുന്നു. രാത്രിയിൽ ഉറക്കം വരുന്നില്ല, നല്ല ചൂടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്, അച്ഛനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കമരമേ ഘൂംനെയാ സിഗരറ്റ് പീ സക്നേക്ക് സുവിധ नहीं थी. ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ചുറ്റി നടക്കാനോ സിഗരറ്റ് വലിക്കാനുള്ള സൗകര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. कमरे में घूमने या सिगरेट पी सकने की सुविधा नहीं थी अन्यथा नहीं तो അതല്ലെങ്കിൽ വൈസാഹി കർത്ത. അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഉറക്കവും വരുന്നില്ല, അച്ഛനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അങ്ങനെ റൂമിൻ്റെ ഉള്ളിലൊന്നും നടക്കാനും പറ്റില്ല, സിഗരറ്റ് വലിക്കാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് ചെയ്യുമായിരുന്നു. उसने सो जाने की इच्छा की और अपने को असहाय पाया. അപ്പോൾ ഉറങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ജാനയ്ക്ക് ഇച്ഛാക്കി മന്മയും और अपने को നിസ്സഹായ പായ. പക്ഷേ അദ്ദേഹം നിസ്സഹായനായിരുന്നു. शायद नींद नहीं आ सकेगी यह ख्याल उसे घबराने वाला लगा. शायद नींद नहीं आ सकी. ഒരു പക്ഷേ ഉറക്കം വരുന്നില്ലായിരിക്കും. ഖയാൽ, ആ ചിന്ത, ആ വിചാരം ഉസേ ഘബരാനെ വാലലക, അദ്ദേഹത്തെ പേടിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പം അച്ഛനെക്കുറിച്ച് ചിന്തിച്ച് ഉറക്കം വരാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. പിതാ അത്ഭുതർ വിചിത്രഹേ യേ ബാത് വഹ് ഭൂൽ നഹി രഹാത്ത. അച്ഛൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, അച്ഛനൊരു വിചിത്രമായിട്ടുള്ള സ്വഭാവമാണ്, അച്ഛൻ്റെ സ്വഭാവം വളരെ അത്ഭുതാവഹമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ബാത്ത് വഹ് ഭൂൽ നഹി രഹാത്ത, ഈ കാര്യം അദ്ദേഹത്തിന് മറക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പിछले जाड़ों में वह अपने लोभ को कुचलकर बमुश्किल एक कोट का बेहतरीन कपड़ा पिता के लिए लाया. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നൊരു കാര്യമാണ്. പിछले जाड़ों में, കഴിഞ്ഞ പ്രാവശ്യം, ജാഡോം കെ സമയം, അദ്ദേഹം നല്ല തണുപ്പുള്ള സമയത്ത്, നല്ല തണുപ്പ് കാലത്ത്, അപ്പനെ ലോബ് കോ കുചൽക്കർ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട്, അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്താ പറയുക, അത് ഒരുപാട് ചിലവുകൾ കാര്യങ്ങളുണ്ട്, അതിനെയെല്ലാം കുചൽക്കർ, ആ ലോഭത്തെ, ആ ആഗ്രഹങ്ങളെയെല്ലാം കുചൽക്കർ ചവിട്ടി മെതിച്ച് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ബമുഷ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ഏക്ക് കോട്ട് കാ ബെഹത്തരീൻ കപ്പട, ഒരു കോട്ട് തയ്പ്പിക്കാനുള്ള ബെഹത്തരീൻ കപ്പട, ബെഹത്തരീൻ എന്ന് പറഞ്ഞാൽ വളരെ വില കൂടിയൊരു തുണി പിതാക്കേലിയലായ, അച്ഛന് വേണ്ടി കൊണ്ടുവന്നു. കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു കോട്ട് തയ്പ്പിച്ചിട്ട് കഴിഞ്ഞാൽ തണുപ്പ് കുറയും, അതുകൊണ്ട് നല്ല തണുപ്പ് കാലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നല്ലൊരു കോട്ടിൻ്റെ തുണി അച്ഛന് വേണ്ടിയിട്ട് കൊണ്ടുവരാണ്. पहले वह उसे लेने को तैयार नहीं हुए, लेकिन माम के काफ़ी
गुड़कने फुड़कने से राजी हो गए और उसी कुल्थाबाद के किसी लपटू मुल्ला दर्जी के यहाँ सिलाने चल दिए. സിലാന എന്ന് പറഞ്ഞാൽ തയ്പ്പിക്കുക, തുന്നിപ്പിക്കുക. അപ്പോൾ ഈ തുണി കൊണ്ടുവന്നപ്പോൾ കോട്ട് തയ്ക്കാനുള്ള തുണി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പഹലെ വ ഉസെ ലേനെ കോ തയ്യാർ നഹീ ഹുയേ. ये कोट का कपड़ा बेहतरीन कपड़ा विല കൂടിയ ഈ തുണി ഉസെ ലേനെ കോ തയ്യാർ നഹീ താ, അച്ഛനെടുക്കാനായിട്ട് തയ്യാറായില്ല. ലേക്കിൻ മാം കോ കാഫി ഗുഡ്കനെ ഫുഡ്കനെ സേ, ഗുഡ്കന എന്ന് പറഞ്ഞാൽ ശകാരിക്കുക, വഴക്ക് പറയുക. പക്ഷെ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞപ്പോൾ, ശകാരിച്ചപ്പോൾ രാജി ഹോ ഗയി, അദ്ദേഹം സമ്മതിച്ചു. രാജീവോന എന്ന് തന്നെ സമ്മതിക്കുക. അപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞപ്പോഴാണ് അച്ഛനെ കോട്ടിൻ്റെ തുണി എടുക്കാനായിട്ട് തയ്യാറായത്. ഉസി ഗുൽദാബാദ് കെ കിസി ലപ്പടു മുല്ല ദർജി കെ യഹാ സിലാനെ ചൽത്തിയെ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു തുന്നൽക്കാരനുണ്ട്, ലപ്പടു മുല്ല ദർജി കെ യഹാ, ലപ്പടു മുല്ല. അപ്പോൾ ഗുൽദാബാദ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള, വളരെ ഓപ്പണായിട്ടുള്ള ഏതോ ഒരു മുല്ല തുന്നൽക്കാരൻ, ദർജി എന്ന് പറഞ്ഞാൽ തുന്നൽക്കാരൻ, മുല്ല തുന്നൽക്കാരൻ്റെ അടുത്ത് തയ്പ്പിക്കാനായിട്ട്, കോട്ട് തയ്പ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. സുധീറിനെ കഹാ കപട കീമത്തി ഹേ. അപ്പോൾ ഈ മകൻ്റെ പേരാണ് സുധീർ എന്നുള്ളത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു മകൻ വന്നു, ജോലി കഴിഞ്ഞ് വൈകിട്ട് വരുന്നു എന്ന് പറഞ്ഞു, ആ മകൻ്റെ പേരാണ് സുധീർ എന്നുള്ളത്. സുധീറിനെ കഹാ കപട കീമത്തി ഹേ. അപ്പം മോൻ സുധീർ പറഞ്ഞു, ഈ തുണി കീമത്തി ഹേ, വില കൂടിയ തുണിയാണ്. ചലി ഏക്ക് അച്ചി ജഗഹ് മേ ആപ്കാ നാബ് ദിൽവാ ദോ. നാബ് എന്ന് പറഞ്ഞാൽ അളവ്, ദിൽവാനാന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ പറയാണ്, അതുകൊണ്ട് കപട കീമത്തി ഹേ ഇസ്ലിയേ ഏക്ക് അച്ചി ജഗഹ് മേ സിൽവാനെ കെ ലിയേ ചലിയേ ആപ്കാ നാബ് ദിൽവാക്കർ. പറയുന്നുണ്ട്, തുണി നല്ല മേൽത്തരം തുണിയാണ്, അല്ലെങ്കിൽ വില കൂടിയ തുണിയാണ്, അതുകൊണ്ട് നല്ലൊരു സ്ഥലത്ത് പോയിട്ട് അളവ് കൊടുത്തിട്ട് തയ്പ്പിക്കാൻ പറയണം. एक अच्छी जगह में जाकर और आपका नाप दिलवाकर സിൽവാന ചാഹിയെ പറയണം. നല്ലൊരു കടയിൽ പോയിട്ട്, നല്ലൊരു തുന്നൽക്കാരൻ്റെ അടുത്ത് പോയിട്ട് അളവ് കൊടുത്ത് തയ്പ്പിക്കാൻ പറയണം. എന്താണ് തയ്പ്പിക്കുന്നത്? കോട്ടാണ് തയ്പ്പിക്കുന്നത്. കാരണം എന്തായിരുന്നു? ജാഡോംക്കെ സമയത്താണ്, നല്ല തണുപ്പുള്ള സമയമായിരുന്നു. വ ടെക് സിയേഗ മേര പരിചിത് ബി ഹെ. അപ്പോൾ പറയാണ്, അപ്പോൾ അങ്ങനെ അളവ് കൊടുത്തു കഴിഞ്ഞാൽ വ ടെക് സിയേഗ, ദർജി ടിക് തരസെ സിയേഗ. അപ്പോൾ തുന്നൽക്കാരൻ അല്ലെങ്കിൽ തയ്ക്കുന്ന ആൾ നന്നായി തയ്ക്കും, അതിനെ അളവ് കൊടുക്കാൻ പറയണേ. മേര പരിചിത് ബി ഹെ. അപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ആളുകളുണ്ട്, അപ്പോൾ നല്ല തുന്നൽക്കാരുണ്ട്, അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്നാണ് സുധീർ പറയുന്നത്. പക്ഷെ അച്ഛൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ തയ്ക്കുന്ന ഒരാളുടെ കയ്യിലേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് പറയുന്നത്, തുണി നല്ലതാണ്, അതുകൊണ്ട് വെട്ടി നശിപ്പിക്കേണ്ട, അളവ് കൊടുത്ത് തയ്പ്പിച്ചാൽ മതി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, തയ്ക്കാൻ കൊണ്ടുപോയി തുണി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവുകളുണ്ടാവും. ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കീശ ചെരിഞ്ഞിട്ടായിരിക്കുക, അല്ലെങ്കിൽ ബട്ടൺ ഒന്നുകിൽ കയറിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വൃത്തികേടായിട്ടാണ് തയ്പ്പിച്ച് കൊണ്ടുവരാറ്. അതുകൊണ്ട് ഇത് നല്ല തയ്യൽക്കാരൻ്റെ അടുത്ത് കൊടുത്ത് തയ്പ്പിക്കണമെന്നാണ് സുധീർ പറയുന്നത്. ഇസ് ബാത്ത് പർ പിതാനെ കാഫി ഹിക്കാരത്ത് ഉഗലി. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛനെ ഹിക്കാരത്ത് പറഞ്ഞ വെറുപ്പ്, വളരെയധികം വെറുപ്പ് തോന്നണം. വേ ചിഡ് ഉഡേ मैं सबको जानता हूँ, वही म्यूनिसिपल मार्केट के छोटे मोटे दर्जियों से काम कराते और अपना लेबल लगा लेते हैं. അച്ഛനത് കേട്ടപ്പോൾ, നല്ല വില കൂടിയ തുണിയാണ്, നല്ല തയ്യൽക്കാരൻ്റെ അടുത്ത് അളവ് കൊടുത്ത് തയ്പ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛനെ വെറുപ്പായി, അച്ഛന് ദേഷ്യമായി. വെച്ചിടൂടെ. അപ്പോൾ അദ്ദേഹം അവിടെ ദേഷ്യം കാണിക്കണം. ചിട്ടണമെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ കോപിക്കുക. മേ സബ്കോ ജാനത്താ. അപ്പോൾ അച്ഛൻ പറയണേ, എനിക്കെല്ലാവരെയും അറിയാം. വഹി മുനിസിപ്പൽ മാർക്കറ്റ് കെ ചോട്ടെ മോട്ടെ ദർജിയോം സെ കാം കരാത്തെ. അപ്പോൾ അവിടെ മുനിസിപ്പൽ മാർക്കറ്റിലെ ചെറുതും വലുതുമായിട്ടുള്ള തുന്നൽക്കാരെ കൊണ്ട് അവിടെ ജോലി ചെയ്യിക്കുകയും അപ്പന ലേബൽ ലഗാലത്തെ, എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ ലേബൽ അതും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാഹബ് ലോഗ് मैंने कलकत्ते के हॉल एंडरसन के सिले कोट पहने हैं अपने ज़माने में, जिनके यहाँ अच्छे गाज से यूरोपियन लोग कपड़े सिलवाते थे.
അപ്പം അച്ഛൻ ഇവിടെ പറയണ സാഹബ് ലോഗ്, അതായത് സാറുമാരായിട്ടുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ജോലിക്കാരായിട്ടുള്ള ആളുകൾ. മേനെ കൽക്കത്തയ്ക്ക് ഹാൾ എൻഡേഴ്സൺ കെ, ഞാൻ കൽക്കത്തയിലെ ഹാൾ എൻഡേഴ്സൻ്റെ സിലെ ഹാൾ എൻഡേഴ്സൻ്റെ തുന്നിയ കോട്ട് അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ആപ്പനെ ജമാനമേ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അച്ഛൻ്റെ കാലത്ത് ഹാൾ എൻഡേഴ്സൻ്റെ കോട്ടടക്കം ധരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ജിൻകെ യഹാ അച്ഛേ കാസെ യൂറോപ്യ ലോക് കപടെ സിൽവാത്തെ ഹേ, ഇവിടെ നല്ല അച്ഛേ കാസ് നല്ല അല്ലെങ്കിൽ വിശേഷപ്പെട്ട യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾ കപടെ സിൽവാത്തെ വസ്ത്രങ്ങൾ തയ്പ്പിച്ചിരുന്നു. ये फैशन जिसके आगे आप लोग चक्कर लगाया करते हैं, उसके आगे पाँव की धूल है. അപ്പം നിങ്ങളെന്താ ചെയ്യുന്നത്? ഈ ഫാഷൻ ഈ ഫാഷനിലുള്ള ആളുകൾ, ജിസ്കെ ആകെ, ഈ ഫാഷനിലുള്ള ആളുകൾ അവരുടെ മുന്നിൽ ആപ് ലോഗ് ചക്കർ ലഗായ കത്തെ ഹേ, നിങ്ങൾ അവരുടെ ചുറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്കെ ആകെ പാവ് കി ധൂൽ ഹേ, അവരുടെ കാലിൻ്റെ അടിയിലൊക്കെ അവരുടെ മുന്നിൽ എന്താണ് പറയുന്നത്, പൊടി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫാഷനിലുള്ള ആളുകളെ ചുറ്റാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുझे വ്യർത്ത് പൈസ നഹീ ഖർച്ച് കർനാ ഹേ, അച്ഛൻ പറയണേ മുझे വ്യർത്ത്, എനിക്ക് വെറുതെ പൈസ നഹീ ഖർച്ച് കർനാ ഹേ, എനിക്ക് വെറുതെ കളയാനായിട്ട് പൈസയില്ല, അല്ലെങ്കിൽ ഞാൻ വെറുതെ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കിയില്ല എന്ന് പറയണം. മുझे വ്യർത്ത് പൈസ നഹീ ഖർച്ച് കർനാ ഹേ, ഞാനൊരിക്കലും വെറുതെ അനാവശ്യമായിട്ട് പൈസ കളയില്ല, ചിലവാക്കില്ല എന്ന് പറയണം. അപ്പോൾ അച്ഛൻ അതൊന്നും ഇഷ്ടമല്ല. അച്ഛൻ അതാ പറയുന്നത്, ഞാൻ പണ്ടത്തെ കാലത്ത് ഹാൾ എൻഡേഴ്സൺ തുന്നിയ കോട്ടൊക്കെ ഞാൻ ധരിച്ചിട്ടുണ്ട്, അന്നത്തെ കാലഘട്ടത്തിൽ നല്ല വസ്ത്രങ്ങൾ തുന്നുന്നവരുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളെല്ലാവരും ഫാഷനിൽ വസ്ത്രം തുന്നുന്ന ആളുകളുടെ പിന്നാലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എനിക്കങ്ങനെ പൈസ കളയാനായിട്ട് പറ്റില്ല എന്ന് പറയണം. കിത്തന പരസ്പര വിരോധി തർക്ക കിയാ ഹേ പിതാനെ കിത്തനെ പരസ്പര വിരോധി തർക്ക കിയാ ഹേ, അച്ഛൻ വളരെ പരസ്പരം വിരോധം, അത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള തർക്കങ്ങളാണ് അച്ഛനവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നല്ല തുന്നൽക്കാരനെ കണ്ട് അളവ് കൊടുത്ത് വില കൂടിയ തുണിയാണ് തയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഫാഷൻ്റെ ആളുകളുടെ പിന്നാലെ പൊക്കോ, എനിക്ക് പറ്റില്ല, ഞാനങ്ങനെ വെറുതെ പൈസ കളയില്ല എന്ന് പറയുന്നത്. ऐसा वे अपनी ജിദ് को സർവോപരി रखने के लिए किया करते हैं. ജിദ് എന്ന് പറഞ്ഞാൽ ശാഠ്യം, വാശി. അപ്പോൾ അച്ഛൻ്റെ വാശിയില്ലേ അങ്ങേയറ്റത്ത് എത്തിയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, അതിൽ നിന്ന് മാറാനായിട്ട് അച്ഛൻ തയ്യാറല്ല. ഫിർ സുധീറിനെ കപ്പട ചോട് ദിയ, അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ സുധീർ കപ്പട ചോട് ദിയ, ആ തുണി തന്നെ വേണ്ടെന്ന് വെച്ചു. അയാൾ പറയണേ ജഹാൻ चाहिए सिलवाइए या बाद में झोंगाइए हमें क्या. അപ്പോൾ തുണിയുടെ കാര്യം വിട്ടു. സുധീർ പിന്നെ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, കാരണം അച്ഛൻ എത്ര പറഞ്ഞാലും ആ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കും. ജഹാൻ ചാഹിയെ സിൽവായിയെ, എവിടെ വേണമെങ്കിൽ തയ്പ്പിച്ചോളാൻ പറയണം, എവിടെ വേണമെങ്കിൽ തയ്പ്പിച്ചോളാൻ പറയണേ. ബാഡ്മേൻ ചോങ്കായിയെ, ബാഡ്മേൻ ചോങ്കന എന്ന് പറഞ്ഞാൽ ഫെങ്ദേന, എവിടെ വേണമെങ്കിൽ വലിച്ചെറിഞ്ഞോളാൻ പറയണേ. അമ്മയ്ക്ക, എനിക്കിപ്പോൾ എന്താ ചോദിക്കണം സുധീർ. വഹ് ധീമേ ബുദ്ബുദായ എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക. അപ്പോൾ അവൻ പതുക്കെ, ധീമേ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ, ബുദ്ബുദായ പിറുപിറുക്കാണ്. എന്താണ്? ജഹാൻ ചായേ സിൽവായിയെ യാ ബാഡ്മേ ചോങ്കായിയെ അമ്മയ്ക്ക, എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി തയ്പ്പിച്ചോ, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞാണെങ്കിൽ അങ്ങനെ ചെയ്തോ, എനിക്കിപ്പോൾ എന്താണെന്ന് സുധീർ അവിടെ പിറുപിറുത്തോണ്ടിരിക്കും. കാരണം അച്ഛൻ എന്തായാലും മക്കൾ പറയുന്നതൊന്നും കേൾക്കില്ല, നല്ല തുന്നൽക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോകില്ല, അളവും കൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അപ്പോൾ അച്ഛൻ അച്ഛൻ്റേതായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റേതായിട്ടുള്ള വാശിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ ചുറ്റും മക്കളെല്ലാവരും കൂടി എന്തെങ്കിലും തർക്കങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അവസാനം എല്ലാവരും പരാജയപ്പെടും, അച്ഛൻ മാത്രമാണ് അവിടെ വിജയിക്കുന്നത്. ഇപ്പോൾ എല്ലാ ദേഷ്യവും കടിച്ചമർത്തിയും എല്ലാവരും ഉള്ളിലേക്ക് പോകുന്നു. കാരണം അച്ഛൻ അങ്ങനെ ഒരു വിചിത്ര സ്വഭാവമാണ് അച്ഛൻ്റെ. അത് പറയുന്നുണ്ട്, പിതാ അത്ഭുതോർ വിചിത്ര എന്നാണ് പറയുന്നത്.
അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ അച്ഛനൊരു വളരെ എന്താ പറയുക സ്വഭാവം എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. കാരണം അതിൽ നിന്ന് മാറാനായിട്ട് മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കാനായിട്ട് സമ്മതിച്ചു കൊടുക്കാനായിട്ട് അച്ഛൻ തയ്യാറാവുന്നില്ല. പക്ഷേ അച്ഛൻ മക്കളേനെ ആരെയും ഒന്നിൽ നിന്നും തടയുന്നില്ല. കോഫി ഹൗസിൽ പോണേ കുടിക്കാനും കഴിച്ചോളാൻ പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചോളാൻ പറയുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോളാൻ പറയുന്നുണ്ട്. അതിനൊന്നും അച്ഛൻ തടസ്സവും നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.